നമസ്കാരം. രാധാകൃഷ്ണനാണ്. നമ്മളെ കോൺഗ്രസ്സിലെ ഉണ്ണിത്താനെക്കുറിച്ച് ഒരു കാര്യം പറയാനാണ്. ഉണ്ണിത്താനൊരു പത്രത്തിൽ ഇത് കൊടുക്കുന്നുണ്ട്. RSR പോലീസിൽ നുഴഞ്ഞു കയറി എന്ന് ഒന്ന് പറയണ കേട്ടു ഉണ്ണിത്താൻ. ഞാൻ വിചാരിച്ച് ഇത് അല്പമെങ്കിലും ബോധമുള്ളൊരു മനുഷ്യനാണ് ഉണ്ണിത്താൻ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അദ്ദേഹം നല്ലൊരു അറിവുള്ള മനുഷ്യനെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അറിവില്ലാന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ തെളിയിച്ചാണ്. ഉണ്ണിത്താൻ നേതാവേ, താങ്കൾ പറയുന്ന RSകാരൻ പോലീസ് നുഴഞ്ഞു കയറ്റുന്നില്ല. ഇഷ്ടം പോലെ പോലീസിൽ RSകാരുണ്ട്, ഇഷ്ടം പോലെ. നുഴഞ്ഞൊന്നും കയറണില്ല. നമ്മുടെ നിയമസഭയിൽ 3 RSകാരുണ്ട് MLA മാരായിട്ട്, അറിയാമല്ലോ. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി RSകാരനാണ്. പിന്നെ നമ്മളെ കേരള ഗവർണർ RSകാരനാണ്. നമുക്ക് MLA മാർ MP മാർ RSകാരാണ്. അനേകം മെമ്പർമാർ RSകാരാണ്. മനസ്സിലായില്ലേ? പിന്നെ അതിനൊരു പേര് BJP ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം RSകാരാണ്. ഈ രാജ്യം RSകാരാണ് ഭരിക്കുന്നത്. അപ്പോൾ RSകാർക്ക് നുഴഞ്ഞു കയറേണ്ട കാര്യമൊന്നുമില്ല. RSകാർ എന്ന് വെച്ചാൽ തീവ്രവാദികളൊന്നുമല്ല. അതിന് നുഴഞ്ഞു കയറേണ്ട കാര്യങ്ങളൊന്നുമില്ല. RSകാർ സ്വയം രാഷ്ട്രീയ സേവന സംഘടനയാണ്. അവർ രാജ്യത്തിന് വേണ്ടി സേവ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് നുഴഞ്ഞു കയറേണ്ട കാര്യമില്ല. ഈ ഇന്ത്യ മഹാരാജ്യം RSകാരൻ്റെ ഉള്ള രാജ്യമാണ്. ഇവിടെ നുഴഞ്ഞു കയറേണ്ട കാര്യമില്ല. താങ്കളെപ്പോലുള്ള വർഗീയത പറയരുത്, അത് ശരിയല്ല. ഇവിടെ നമ്മളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നതാണ്. താങ്കൾ കുറേ കൂടെയൊക്കെ രീതിയിൽ സംസാരിക്കണം. താങ്കൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ആർക്കും എതിരായിട്ടോ താങ്കൾ ഈ വാക്ക് കേട്ടപ്പോൾ ഈ RSകാരനെ ഇങ്ങനെ മോശമായ രീതിയിൽ എന്തോ ഒരു RSകാരനെ വെച്ചാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ആണ് ഇത്രയും വീഡിയോ ചെയ്യേണ്ടതെന്നത്. മനസ്സിലായില്ലേ? ഈ CPM-മാർ ഇങ്ങനെയൊക്കെ പറയും RSകാർ ശരിയല്ല എന്ന്. നിങ്ങൾ സഹോദരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? ഇവിടെ മാത്രമേ പറയാവുള്ളൂ. താങ്കൾ പിന്നെ ആരെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയാൻ ഒക്കുമോ? അദ്ദേഹം അല്ലേ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നിന്ന വ്യക്തിയല്ലേ? അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഒരുപാട് ആൾക്കാർ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയെ വെട്ടിമുറിക്കാനും ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. വെട്ടിമുറിച്ചിട്ടുമുണ്ട് ചില ആൾക്കാർ നിരാഹാരം കിടന്ന് പാകിസ്ഥാനിലേക്ക് 55 കോടി രൂപ അന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് പറയാത്ത ഉണ്ണിത്താനെ? അങ്ങനെയൊക്കെ പറയണ്ടേ? രാഷ്ട്രീയം പറയുമ്പോൾ സത്യം വിളിച്ച് പറയണം. സത്യം ഈശ്വരൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സത്യം പറയും, ജനം കൂടെ നിൽക്കും. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം, RSSനെ ഒരുപാട് തല്ലരുത്. തല്ലിയവന്മാരൊക്കെ ഇന്ന് വെള്ളം കുടിക്കുകയാണ്. അത് ഓർമ്മ വേണ്ട. ഒരുപാട് പേര് RSSനെ കൂടെ പറയരുത്. അയ്യപ്പനെ പറഞ്ഞ ഒരാൾ അതിനുശേഷം ഇന്ന് വരെ നിയമസഭ കണ്ടിട്ടില്ല. അത് ഓർമ്മ വേണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്കും അത്യാവശ്യത്തിനുള്ള രാഷ്ട്രീയങ്ങളൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും. അത് പറയരുത്. ഒരു വർഗീയ ലഹളം ഉണ്ടാക്കരുത്. അതോടൊപ്പം അങ്ങനെയുള്ള വർഗീയ പ്രശ്നങ്ങൾ പറയരുത്. അതൊക്കെ നല്ല കാര്യമല്ല. RSS അതിൻ്റെ രീതിക്ക് പ്രവർത്തിച്ചോട്ടെ, CPM പ്രവർത്തിച്ചോട്ടെ, കോൺഗ്രസ് പ്രവർത്തിച്ചോട്ടെ, BJP പ്രവർത്തിച്ചോട്ടെ. ജനങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്നോ അതിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കും. അപ്പോൾ അതൊക്കെ ഈ നാട്ടിൽ ഒരുപാട് അക്രമ കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്ന് കണ്ണ് ഓട്ടിച്ച് നോക്കണം. ഈ ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ജനങ്ങളെ കൊലവിളിക്കുകയാണ്. അതിലോട്ടൊന്ന് ഓട്ടിച്ച് നോക്കണം. വെറുതെ RSSൻ്റെ തോളിൽ കയറരുത്. ഒരിക്കൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഒരു സഹോദരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബജാജ് കമ്പനിക്കാരൻ ഒരു ആട്ടോറിക്ഷ സ്കൂട്ടി എടുത്ത് അവർ ബജാജ് കമ്പനി ലോൺ എടുത്ത്. അപ്പോൾ എടുത്തിട്ട് 2 മാസം മുടങ്ങിയപ്പോൾ ഗുണ്ടകൾ അവരെ വീട്ടിൽ വരുന്നുണ്ട്. ആ സഹോദരിയുടെ വീട്ടിൽ വന്ന് അനാവശ്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ 100 കണക്കിന് കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം കാണുക. കേട്ടാ ഉണ്ണിത്താനെ? ഈ കൊക്കിനെ പോലെ ആവരുത്. ഉണ്ണിത്താനത്തിൽ പോലെ വിവരമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം അതായത് നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങളെ ആദ്യമായിട്ട് മനസ്സിലൊരു നിങ്ങളെക്കുറിച്ചൊരു പുച്ഛം തോന്നിയ ഒരു സമയമെന്ന് വെച്ചാൽ നിങ്ങളെ നെറ്റിയിലുള്ള കുറി മാച്ചപ്പം ഞങ്ങൾക്കൊരു ഇലക്ഷൻ നിന്ന സമയം അതെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ടൊരു സ്ഥലത്ത് ഉറച്ച് നിൽക്കണം. ഈ പൊതുജനങ്ങൾക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാൻ കാണുന്നു ഈ രാജ്യത്ത്. ഒരുപാട് പേരെ കൊള്ളയടിക്കുന്നത് ഈ പൊതുജന സ്ഥാപനങ്ങൾ, ഈ ആശുപത്രികൾ, സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളുണ്ട് ഇഷ്ടം പോലെ.
അത് ഈ നേഴ്സുമാരുടെ സമരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇടപെടി. അതെല്ലാം പോട്ട് നമ്മൾ സെക്രട്ടേറിയറ്റിനാണെങ്കിൽ ഇപ്പോഴും വിദ്യാർത്ഥികളെ പ്രശ്നങ്ങൾ നടക്കണില്ലേ? നിങ്ങൾ അതിനൊന്ന് ഓട്ടിച്ച് നോക്കി, ഒന്ന് ഇടപെടി. അതൊക്കെ ചെയ്യും. അവർ മണ്ണ് വാരി തിന്നുന്നുണ്ട്, പുല്ല് വാരി കഴിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സമരങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ ശ്രമിക്കുക. അതിലോട്ടൊന്ന് അവർക്കൊരു നല്ല ആശ്വാസ വാക്കുകൾ പറയും. കഷ്ടപ്പെട്ട് പഠിച്ചാണ്. ഈ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്ക് ഒരു ചെറിയ കാര്യം വിദ്യാർത്ഥികളോട് പറയാനുണ്ട്. നിങ്ങൾ ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. കാര്യം അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ 3,40,00,000 ആൾക്കാരാണ് കേരളത്തിലുള്ളത്. എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് 6,50,000 ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് കേരളത്തിൽ ആവശ്യം. എല്ലാവർക്കും ഗവൺമെൻറ് പണി കിട്ടില്ല. ഗവൺമെൻറ് പണി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം, അത് കിട്ടില്ല. നിങ്ങൾ എത്ര പേര് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതിൽ മിക്കവാറും ആൾക്കാരും പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാൽ. നിങ്ങൾക്ക് ജോലി, ഗവൺമെൻറ് ജോലി വേണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ജോലി കിട്ടി വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സാധാരണക്കാരൻ നിങ്ങളെ ഓഫീസിൽ വരുമ്പോൾ നിങ്ങൾ അവനെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ അനുഭവങ്ങൾ എനിക്കുണ്ട്. എൻ്റെ കടയിൽ ഒരുത്തൻ വന്ന് കാപ്പി കുടിച്ച് ഉറങ്ങി അവന് പൈസയില്ലാന്ന് വളരെ മൊണ്ടിയാണ്. അപ്പോൾ എൻ്റെ കടയിൽ വരും, കാപ്പി കുടിക്കും, പൈസ ഇല്ല അവന് തരാം. അവൻ്റെ അച്ഛന് തലയ്ക്ക് സുഖമില്ല, അവൻ്റെ ചേട്ടന് തലയ്ക്ക് സുഖമില്ല, അവൻ്റെ ഭാര്യ മക്കളൊന്നുമില്ല, അവൻ്റെ ഭാര്യ അവൻ്റെ വീടെന്ന് പറയുമ്പോൾ പട്ടിയിൽ കൊണ്ട് അടിച്ചു വിട്ടുന്ന വീടാണ്. അവൻ വില്ലേജ് ഓഫീസാണെങ്കിൽ എഴുതാനിരിക്കുന്നവനാണ്. അങ്ങനെ ഇരുന്ന് അവന് വില്ലേജ് ഓഫീസ് ജോലി കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അളിയാ, ഈ ഇല്ലാത്തവൻ വരും, അവൻ്റെ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കരുത്, അത് നീ ശാപം പിടിച്ച പൈസ വാങ്ങി. ഇല്ല അളിയാ, നമുക്ക് അറിഞ്ഞോളൂ, ഞങ്ങൾ അങ്ങനെയൊന്നും വാങ്ങിക്കൂ എന്ന് പറഞ്ഞവൻ ഞാൻ ഒരാളിനെ പറഞ്ഞയച്ചപ്പോൾ അയാൾ 100 രൂപ കൈക്കൂലി ചോദിച്ചവനാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സ്വഭാവങ്ങൾ ഈ രീതിക്ക് താഴ്ന്നു പോകാൻ പാടില്ല. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ അവിടെ വരുമ്പോൾ ചിലപ്പോൾ മുഷിഞ്ഞ വേഷത്തിലായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ ചിലപ്പോൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ വരും. അവിടുത്തെ മാന്യമായി സംസാരിക്കാനും മര്യാദ രീതിയിൽ കാണിക്കാനും മര്യാദ രീതിയിൽ പ്രവർത്തിക്കാനും. അത് നമുക്കൊരു ജോലി കിട്ടിയോണ്ടേ നമ്മളെല്ലാം മറന്നു കളയരുത്. മനസ്സിലായില്ലേ? എൻ്റെ ഒരു കൊച്ചച്ഛൻ്റെ മോള് നേഴ്സായിട്ട് ജോലി കിട്ടി. അവിടെ ഞാൻ ഇപ്പം മിണ്ടേ പോലില്ല. അവൾ ഒരു ദിവസം എൻ്റെ പറഞ്ഞത്, കുറേ അലവലാദികൾ അവിടെ വരും, വന്ന് തുപ്പയും കാര്യം ആശുപത്രി ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാവങ്ങളൊന്നും തുപ്പും പിടിക്കുന്ന വരണകൊണ്ടാണ് നിനക്കൊക്കെ മാസം ശമ്പളം വാങ്ങിയത്. ഇവരൊന്നും വന്നില്ലെങ്കിൽ നിന്നെ ആശുപത്രിയിൽ ആവശ്യമില്ല. അപ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളൊന്നും മറക്കരുത്. നമ്മളായിട്ട് തന്നെ ഇരിക്കണം. ഒന്നുമില്ലെങ്കിൽ ഭരണമെടുത്ത് മാന്യമായ രീതിയിൽ സംസാരിക്കുക. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേര്, ഞാൻ നോക്കിയിട്ട് ഒരുപാട് പേര് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്നേ സമയം നല്ല സാമ്പത്തികമുള്ള ആൾക്കാരുടെ കയ്യിൽ അങ്ങനെ ആ രീതിക്കല്ല സംസാരിക്കുന്നത്. വളരെ മര്യാദയ്ക്ക് നല്ല രീതിയൊക്കെ ഒരുപാട് നല്ല ആൾക്കാർ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചിലവന്മാർ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമായിരുന്നു. നിങ്ങൾ ജോലി കിട്ടുമ്പോൾ ജനസേവനം, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ആദ്യം മനസ്സിലാക്കണം. നിങ്ങളവിടെ ഇപ്പോൾ സമരം ചെയ്യുന്നുണ്ട്, ഒക്കെ ശരി തന്നെ, അതെല്ലാം നല്ല കാര്യമാണ്, അതിലേക്ക് നമ്മൾ സപ്പോർട്ടും തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ജോലിക്ക് ഏതെങ്കിലും സമയത്ത് ജോലി കിട്ടിയാൽ സാധാരണ വരുന്ന ജനങ്ങളെ ഒരു പുഴുത്ത പട്ടിയെ പോലെ ആട്ടരുത്. വളരെ ആടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു സ്ഥാപനത്തിൽ കയറി വരുമ്പോൾ ഇരിക്കാൻ പറയുക നിങ്ങൾക്ക് മടിയാണ്. നിങ്ങളെ മുമ്പ് ഇരിക്കാൻ പാടില്ല, നിങ്ങളെ കാണുമ്പോൾ ഓച്ചാൻ ചിന്തിക്കണം. മനസ്സിലായില്ലേ? അതൊക്കെ ശരിയായിട്ട് കാര്യമല്ല. ഒരു MLA എൻ്റെ അടുത്ത് പറഞ്ഞാൽ മടുത്ത് കെട്ടിക്കൊണ്ട് നിൽക്കണമെന്ന് എൻ്റെ ചോദിച്ചാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ തുണി അഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ മടുത്ത് കെട്ടുന്നത് എൻ്റെ ആവശ്യമാണ്. ഒരു മര്യാദ ചോദിച്ച് വാങ്ങിക്കാനുള്ളതല്ല, അത് സ്വയം തരേണ്ട. അത് നിങ്ങളുടെ പ്രവൃത്തി അങ്ങനെയാണ് മര്യാദ തരുന്നത്. ആരും മര്യാദ ചോദിച്ച് വാങ്ങിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഇനിയുള്ള തലമുറയിൽ ജോലി കയറി കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ വളരെ മര്യാദ, നമ്മളെ മുഖ്യമന്ത്രി കണ്ടില്ലേ എന്ത് സ്നേഹത്തോടെ അത് ചിരിച്ചുകൊണ്ട് കാര്യം നടക്കണമല്ലോ, ഒരു ചിരിച്ചുകൊണ്ട് സംസാരിക്കാണ്ട, അങ്ങനെ അതുപോലെ ആയിരിക്കണം. ഞാൻ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയി, അദ്ദേഹം നല്ല ചിരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയൊക്കെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ MLA ആരെയും കാണുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ 100 വയറേക്കൊണ്ടെങ്കിൽ പുറമെ ചിരിക്കണം. മറ്റേ വരുന്നവൻ്റെ ഒരു മനസ്സ് തണുക്കണം. ഒരു മൃഗത്തിനെ പോലെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു പട്ടി അങ്ങോട്ട് വരാൻ തോന്നില്ല, അടുക്കാനും തോന്നില്ല. അപ്പം അങ്ങനെ ആവരുത്. ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി ഒന്നും ആൾക്കാർ ചിരി പത്രസമ്മേളനം നോക്കി, പത്രക്കാരാണെങ്കിൽ വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കും, എന്നിട്ടും അദ്ദേഹം വളരെ സമാധാനത്തോടെ പറയുന്നത്. അതാണ് ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ക്ഷമയിൽ അങ്ങേയറ്റമാണ്. നമ്മൾ സ്പീക്കർ രാധാകൃഷ്ണൻ പറഞ്ഞ കേട്ടല്ല, അദ്ദേഹം പറഞ്ഞു തന്നെ, സ്പീക്കർ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ അങ്ങേയറ്റമാണ് എന്ന്. അതാണ് ആ പറഞ്ഞതാണ് പോയിൻറ്റ്. അതുപോലെ ഒരു ജനപ്രതിനിധി എന്ന് വെച്ചാൽ ക്ഷമയുടെ അങ്ങേയറ്റമാണ്. അല്ലാതെ ഒരുത്തൻ വരുമ്പോൾ ഞാൻ വലിയ ജമ്മിയാണ്, ഞാൻ മറ്റേ കുടുംബത്തിൽ ജനിച്ചാണ്, അതുകൊണ്ട് ഞാൻ താഴ്ന്നു നിൽക്കില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് നല്ല അടുപ്പം വേണം. സൗമ്യമായിട്ട് സംസാരിക്കുക, വരുന്നവർക്കൊരു ആശ്വാസം. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ മരുന്ന് തന്നില്ലെങ്കിലും ഒരു ആശ്വാസമാണ്. ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പം ആ രോഗിക്ക് രോഗമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമില്ല, അതിന് പകരം ഒരു വിറ്റാമിൻ മരുന്ന് എഴുതി കൊടുത്താൽ മതി, അതവന് സന്തോഷമാണ്.
ബ്ലഡ് ചെക്ക് ചെയ്യേണ്ട ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോരാ, ഇപ്പം ചെക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ്. ഇതുപോലെ രോഗിക്ക് മനസ്സിലാക്കി ഡോക്ടർ ഒരു ആശ്വാസ വാക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ നിങ്ങളെയൊക്കെ വാക്കുകൾ നിങ്ങൾ പറഞ്ഞ സാധാരണ ജനങ്ങളടുത്ത് പറഞ്ഞ ആൾക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർ ഒരു വാക്ക് ചിലപ്പോൾ നിയമത്തിൻ്റെ നൂലാമല്ല ആ സംഭവം നടക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും ഒരു നല്ല വാക്ക് പറയുക, അവർക്കൊരു മനസ്സമാനം കിട്ടുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ഈ ഉദ്യോഗസ്ഥന്മാർ അഹങ്കാരം കാണിക്കുക. സാധാരണക്കാരൻ തരുന്ന കരുത്തിലാണ് നിങ്ങളുടെ ശമ്പളം. അതായത് എൻ്റെ ഒരു കണക്കൂട്ടനുസരിച്ച് 100 രൂപയ്ക്ക് 20 രൂപ ടാക്സ് അടയ്ക്കും, 27 രൂപ ടാക്സ് അടയ്ക്കുന്നതാണ് എൻ്റെ ഒരു കണക്ക് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അത്രയും ടാക്സ് നികുതി അടച്ചാണ് നിങ്ങൾക്കൊക്കെ തീറ്റിപ്പോറ്റുന്ന ഈ ജനങ്ങളാണ്. അത് നല്ല ഓർമ്മ വേണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനെ മറക്കരുത്. അച്ഛനൊക്കെ അളിയാന്ന് വിളിക്കും പോലെ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളല്ലാതാവും. എല്ലാവരും ഏകദേശമുള്ളവരാണ്. മനസ്സിലായോ? അതൊക്കെ ചെയ്യാതെ ജോലി കിട്ടിയ ശേഷം വളരെ ആൾക്കാരുടെ വളരെ മര്യാദയ്ക്ക് മാന്യമായി, ഞാൻ വലിയ ആളെന്നൊന്നും, നമ്മളൊന്നും വലിയ ആളല്ല, നമ്മളെല്ലാം 6 അടി മണ്ണിനകത്ത് ഒരു തീക്കൊള്ളിക്കകത്ത് ഒരുങ്ങി പോകേണ്ട ആൾക്കാരാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിക്കും, അങ്ങോട്ട് യാത്ര ചെയ്യും, പോകും. ഇതൊക്കെ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ. അല്ലാതെ നമ്മൾ ഒന്നും കൊണ്ടുപോകാനില്ല. നിങ്ങൾ വലിയവനുമില്ല, നമ്മൾ ചെറിയവനുമില്ല, നമ്മളെല്ലാം മനുഷ്യനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൃഗങ്ങൾക്ക് തന്നെ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ വാലാട്ടും. പക്ഷേ നിങ്ങൾക്ക് എത്ര ശമ്പളം തന്നാലും തികയില്ല. ശമ്പളമോ, ഒരു PSC ചെയർമാൻ്റെ ശമ്പളം കണ്ടപ്പോൾ തല കറങ്ങിപ്പോയി കേട്ടോ. 4 ലക്ഷം രൂപ. രാഷ്ട്രപതിക്കില്ല, മുഖ്യമന്ത്രിക്കില്ല അത്രയും ശമ്പളം. കേരളത്തിലെ PSC ചെയർമാന് 4,13,000 രൂപ ശമ്പളം. ഇത് എന്തൊരു നാടപ്പായത്! ഇത് ഒരുത്തിനെയും കുടുംബശ്രീ എടുത്ത് കൊടുക്കണം. ഞങ്ങൾ കിടന്ന കരുത്തിൽ നിന്ന് എടുത്ത് കൊടുക്കണേ. 3,40,00,000 ആൾക്കാർ തരുന്ന കരുത്തിൽ നിന്നാണ് ഇവനൊക്കെ ശമ്പളം എടുത്ത് കൊടുക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം എന്ന് വെച്ചാൽ 1000 രൂപ ശമ്പളമാണ്. ഈ ശമ്പളം നമുക്ക് തരുന്നില്ല. എന്നിട്ട് DA, GA, മറ്റേ അലവൻസ്, കണ്ണാടി വായ്പ, ആശുപത്രി ചെലവ്, ഇതെല്ലാം ഇതിൽ നിന്നാണ്. അപ്പോൾ ഈ കണക്കൊക്കെ നോക്കുമ്പോൾ ചിന്തിക്കാൻ പോകുന്നില്ല. ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെക്കാളും ശമ്പളമാണ് ഇവിടെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ PSC ചെയർമാൻ്റെ ശമ്പളമൊക്കെ വെട്ടിക്കൊടുക്കണം. ഇതൊക്കെ എന്ത് ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാരനെ കുത്തിക്കരാൻ വേണ്ടി ഇത്രയും വലിയ ശമ്പളമാണ്. നിങ്ങളൊക്കെ എന്തോന്ന് കാണിക്കുക ജനങ്ങളെ പൈസ എടുത്തിട്ട്? ഇത്രയും PSC ചെയർമാൻ ഇത്രയും ശമ്പളം കൊടുക്കാൻ കാര്യമല്ല ഉണ്ടോ? ഇതൊക്കെ പൊതുജനം കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടാനായിട്ടാ. ഞങ്ങളെ കഷ്ടപ്പെട്ട് കൊണ്ടാക്കി തരുന്ന നികുതി പൈസ, ഞങ്ങളെ കുടലുണക്കി തരുന്ന നികുതി പൈസയിലാണ് നിങ്ങൾ ഈ ശമ്പളം വാങ്ങിക്കുന്നത്. ഞാൻ ഈ പൈസ തന്നിട്ടേ നമ്മൾ ഈ നെഞ്ചിലൊരു അടി അടിക്കും. ആ അടി എന്നറിയാം അങ്ങ് കുടുംബത്തിൽ വരെ എത്തും. ഒരു MLAക്ക് ഒരിക്കൽ പറഞ്ഞാണ്, നമ്മളെ തോമസ്, അതേ പേരിന് നമ്മൾ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിൽ പോയി ഡൽഹിയിൽ ഇപ്പോൾ കുറച്ച് ദിവസം നിന്ന്, അദ്ദേഹത്തിൻ്റെ പെൻഷൻ എത്ര രൂപയാണ്? ഒരു മനുഷ്യനെ ജീവിക്കാൻ എത്ര രൂപയാണ്? അത് കണക്ക് കൂട്ടുമ്പോൾ 10-14 ലക്ഷം രൂപ പെൻഷൻ വരണം. ഇത്രയും പൈസ എന്തിനാണ്? പിന്നെ ഈ സാധാരണക്കാരൻ ഉദ്യോഗസ്ഥന്മാർ ഈ പെൻഷൻ വാങ്ങിക്കും, ഉദ്യോഗസ്ഥന്മാർ സാധാരണക്കാരൻ്റെ പെൻഷൻ അതും കൈയിട്ട് വരക്കാം. എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത്, ദ്രോഹിക്കുന്നത്? എന്തിനീ പണം ഇങ്ങനെ അധ്യാകരം? നിങ്ങൾ എന്ത് ചെയ്യും ഈ പണം? നമ്മളൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ല, എല്ലാം ബ്രെഡിന് വേണ്ടി മുകളിലോട്ട് 2 കൈ പൊക്കിയിട്ട് ദൈവമേ എന്തെങ്കിലും കിട്ടിയാൽ മതി, കുടിക്കാൻ നല്ല വെള്ളം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പണം കൊണ്ട് ഉപകരിക്കാൻ പറ്റുമോ? ഇല്ല, ആവശ്യത്തിന് വേണം കേട്ടാ. ഇതൊക്കെ ഇവനൊക്കെ വീടുകൾ പരിശോധിച്ച് ആവശ്യമില്ലാത്ത പണങ്ങളൊക്കെ സർക്കാർ പിടിച്ചെടുക്കണം. ഇത്രയും പൈസയൊന്നും വേണ്ടില്ല. ഒരു മനുഷ്യന് പെൻഷൻ, ഒരു സർക്കാർ ജോലിക്കാരൻ വന്നു കഴിഞ്ഞാൽ അവകാശമാണെന്ന് അവന് പെൻഷൻ, അത് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവന് ഭാര്യയ്ക്ക് ആ പെൻഷൻ, ഭാര്യയ്ക്കുള്ള പെൻഷനും ഭർത്താവിൻ്റെ പെൻഷൻ, 2 പെൻഷൻ. ഇതെല്ലാം ഖജനാവിൽ നിന്ന് പോകണമല്ലേ? ഈ എന്ത് രാജ്യസ്ഥാപനം ചെയ്തിട്ടാണ് ഇവർക്കൊക്കെ എത്ര പെൻഷൻ കിട്ടുക? ജനദ്രോഹങ്ങളല്ലേ ഉദ്യോഗസ്ഥന്മാർ ചെയ്യണത്? ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ പെൻഷനൊക്കെ നിർത്തലാക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്ത നല്ല കാര്യമാണ്, എല്ലാം ബാങ്ക് വഴിയാക്കണത്. ഈ കൊള്ളയടി കുറയും. ഇവന്മാർക്ക് വരുമ്പോൾ 50 രൂപ കൊടുക്കണം. അവിടെ നമ്മളെ പെൻഷനിൽ 50 രൂപ പെൻഷൻ കൊടുക്കണം, അതിൽ പിടിക്കും. 50 രൂപമാരെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ അങ്ങ് കുറയും. അപ്പോൾ കൊള്ളയടിയൊക്കെ ഒരുപാട് മാറി. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെ ചെയ്യണത്. ഏറ്റവും എനിക്ക് നല്ലൊരു ആഭ്യന്തരമന്ത്രി നമുക്ക് കിട്ടി. ഈ മയക്കുമരുന്നുകൾ ഇങ്ങനെ പിടിച്ച് നമ്മളെ യുവാക്കളെ രക്ഷപ്പെടുത്തുന്നത്, അത് പറയാതിരിക്കാൻ നല്ല ആഭ്യന്തരമന്ത്രി. ആ ഒരു ഇത് പറയാതിരിക്കാൻ നോക്കില്ല. ഈ പറയുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല കേട്ടോ, കോൺഗ്രസ് പൊക്കി പറയുന്നത് അങ്ങനെ കോൺഗ്രസ്സുകാരനേ അല്ല ഞാൻ ഇന്ന് വരെ കോൺഗ്രസ് വോട്ടും ചെയ്തിട്ടില്ല, കോൺഗ്രസ്സുകാരനേ അല്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ, നമ്മളെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി നല്ല മന്ത്രിയാവാൻ, അത് രണ്ടും കൊള്ളാം. ഏറ്റവും ബെസ്റ്റ് ഇത് രണ്ടുപേരും. അതുകൊണ്ട് ഇവർ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ. ഈ മയക്കുമരുന്നുകളൊക്കെ പിടിക്കട്ടെ. മയക്കുമരുന്നാണ് ഈ രാജ്യത്തെ ശാപം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്നറിയാം, എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചാണ്, അത് ശരിയാവണമെന്നില്ല. ഈ മയക്കുമരുന്ന് വിൽക്കുന്ന ഏകദേശമൊക്കെ ഗുണ്ടകളാണ്. കാര്യം ഒരു ഗുണ്ടാത്തലവൻ്റെ കൂടുതൽ 7-8 ഗുണ്ടകളുണ്ട്. അപ്പോൾ ഈ അടിക്കാനും പിടിക്കാനും വെട്ടാനും പൈസ ഇല്ലാതെ വരുമ്പോൾ ഈ ഗുണ്ടകൾ തീറ്റി പറ്റുന്നത് ഈ മയക്കുമരുന്ന് വിറ്റെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ മയക്കുമരുന്ന് വിറ്റ്
ആണ് ഈ ഗുണ്ടകൾ തീറ്റിപ്പോറ്റുന്നത്. അപ്പോൾ ഈ ഗുണ്ടകൾ വഴിയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വന്നത്. പിന്നെ ഇവന്മാർക്ക് മയക്കുമരുന്ന്, പെൺവാണിയോ കച്ചവടം, ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം ഇവന്മാരുണ്ട്. അതിന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി നമ്മളെ ഈ സമൂഹത്തിനെ രക്ഷിക്കണം. കാര്യം അത് ഇനിയും അത് കർശനമാക്കണം. ഒരുപാട് ഇത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നമസ്തേ.